നമസ്കാരം, ഞാൻ ജെമി ജോൺ. അൽ ഹിലാൽ ഹോസ്പിറ്റൽസ് ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ് അവതരിപ്പിക്കുന്ന BMC ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. ബഹ്റൈൻ ഡിഫൻസ് ഫോഴ്സിന്റെ 57ാം വാർഷികത്തിൽ ഹിസ് മജസ്റ്റി കിങ് ഹമദ് ബിൻ ഇസ അൽ ഖലീഫ ബഹ്റൈൻ ഡിഫൻസ് ഫോഴ്സ് സന്ദർശിച്ചു. ബഹ്റൈൻ ഡിഫൻസ് ഫോഴ്സിന്റെ സ്ഥാപനത്തിന്റെ 57ാം വാർഷികത്തോടനുബന്ധിച്ച് സായുധ സേനയുടെ സുപ്രീം കമാൻഡറായ ഹിസ് മജസ്റ്റി കിങ് ഹമദ് ബിൻ ഇസ അൽ ഖലീഫ ബഹ്റൈൻ ഡിഫൻസ് ഫോഴ്സ് സന്ദർശിച്ചു. സന്ദർശന വേളയിൽ മുതിർന്ന ഉദ്യോഗസ്ഥരെ രാജാവ് അഭിനന്ദനങ്ങൾ അറിയിച്ചു. BDFന് നൽകിയ തുടർച്ചയായ പിന്തുണയ്ക്കും മാർഗനിർദ്ദേശത്തിനും അഭിനന്ദനങ്ങൾ അറിയിച്ചു. BDFനെ പിന്തുണയ്ക്കുന്നതിനുള്ള പ്രതിബദ്ധതയ്ക്ക് കിരീടാവകാശിയും സായുധ സേനയുടെ ഡെപ്യൂട്ടി സുപ്രീം കമാൻഡറും പ്രധാനമന്ത്രിയുമായ ഹിസ് റോയൽ ഹൈനസ് പ്രിൻസ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫയോട് ഹിസ് മജസ്റ്റി അഭിനന്ദനം അറിയിച്ചു. BDFന്റെ തുടർ മുന്നേറ്റത്തിന് സംഭാവന നൽകിയ BDFനെ കമാൻഡർ ഇൻ ചീഫ് ഫീൽഡ് മാർഷൽ ഷെയ്ഖ് ഖലീഫ ബിൻ അഹമ്മദ് അൽ ഖലീഫയുടെ അർപ്പണബോധത്തോടെയുള്ള പ്രയത്നങ്ങൾക്ക് അദ്ദേഹത്തോട് നന്ദി അറിയിച്ചു. ബഹ്റൈൻ യുവജന മന്ത്രിയും ഖത്തർ അംബാസിഡറും കൂടിക്കാഴ്ച നടത്തി. ബഹ്റൈനിലെ ഖത്തർ അംബാസിഡർ സുൽത്താൻ ബിൻ അലി അൽ ഖാദറിനെ ബഹ്റൈൻ യുവജനകാര്യ മന്ത്രി റവാൻ ബിൻ നജീബ് തൗഫീഖിയും കൂടിക്കാഴ്ച നടത്തി. ബഹ്റൈനും ഖത്തറും തമ്മിലുള്ള ആഴത്തിലുള്ള സാഹോദര്യ ബന്ധം മന്ത്രി എടുത്തു പറഞ്ഞു. വിവിധ മേഖലകളിൽ പ്രത്യേകിച്ച് യുവജന കാര്യങ്ങളിൽ സഹകരണം ശക്തിപ്പെടുത്തേണ്ടതിന്റെ പ്രാധാന്യം എടുത്തു കാണിച്ചു. യുവജന മേഖലയിലെ സഹകരണം വർദ്ധിപ്പിക്കുന്നതിനുള്ള മാർഗങ്ങൾ യോഗം ചർച്ച ചെയ്യുകയും ഇരു രാജ്യങ്ങളിലെയും യുവാക്കളുടെ കഴിവുകളും പിന്തുണയ്ക്കുന്ന പരിപാടികൾ വികസിപ്പിക്കുന്നതിനുള്ള സംരംഭങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്തു. ഉഭയകക്ഷി ബന്ധം വളർത്തുന്നതിനും യുവാക്കളുമായി ബന്ധപ്പെട്ട സംരംഭത്തിൽ സഹകരണം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുമുള്ള മന്ത്രിയുടെ പ്രതിബദ്ധതയെ അംബാസിഡർ അൽ ഖാദർ അഭിനന്ദിച്ചു. ഒരു ഇടവേള. All your favorite products under one roof in Bahrain from our 14 branches at 27-year-old Megamart and Macromart. Bakery, fresh meat and fish, fruits and vegetables, sweets and snacks, ready-to-eat foods, dairy products, grocery or consumer goods. To have a wonderful shopping experience, please visit your nearest Megamart Macromart branch. Megamart and Macromart, full of goodness. മറ്റു പ്രധാന വാർത്തകൾ നോക്കാം. കനോലി നിലമ്പൂർ പാട്ടുത്സവം വെള്ളിയാഴ്ച. കനോലി നിലമ്പൂർ ബഹ്റൈൻ കൂട്ടായ്മ നിലമ്പൂർ പാട്ടുത്സവം നാളെ വെള്ളിയാഴ്ച വൈകിട്ട് 6 മണിക്ക് BMCയിൽ വെച്ച് സംഘടിപ്പിക്കുന്നു. സിനിമ, സീരിയൽ, കോമഡി രംഗത്തെയും ബഹ്റൈനിലെയും പ്രമുഖ കലാകാരന്മാരുടെ കലാപ്രകടനങ്ങൾ അരങ്ങേറും. ബഹ്റൈനിലെ സാമൂഹിക സംഘടനാ നേതാക്കന്മാരും പരിപാടിയിൽ സംബന്ധിക്കുമെന്ന് പ്രസിഡന്റ് അൻവർ നിലമ്പൂർ, സെക്രട്ടറി സുബിൻ ദാസ്, ട്രഷറർ അനീസ് ബാബു, ജനറൽ കൺവീനർ അദീദ് ചെറുനാലകത്ത്, പ്രോഗ്രാം കൺവീനർ വിജേഷ് ഉണ്ണിരാജൻ എന്നിവർ അറിയിച്ചു. പ്രോഗ്രാമിന് എക്സിക്യൂട്ടീവ് അംഗങ്ങൾ നേതൃത്വം നൽകും. ഏവരെയും പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നുവെന്നും ഭാരവാഹികൾ അറിയിച്ചു. തണലാണ് കുടുംബം മലർവാടി ബാലസംഗമം സംഘടിപ്പിച്ചു. ഫ്രണ്ട്സ് സോഷ്യൽ അസോസിയേഷൻ നടത്തുന്ന തണലാണ് കുടുംബം എന്ന ക്യാമ്പയിന്റെ ഭാഗമായി എൻ്റെ കുടുംബം എന്ന വിഷയത്തിൽ മലർവാടി ബാലസംഗമം സംഘടിപ്പിച്ചു. ഈസ്റ്റ് റിഫ ഹജിയാത്ത് യൂണിറ്റുകൾ സംയുക്തമായി സംഘടിപ്പിച്ച പരിപാടിയിൽ നിരവധി കുരുന്നുകൾ പങ്കെടുത്തു. ആയിഷ സാലിഹ്, ഷിസ ഫാത്തിമ എന്നിവർ പ്രാർത്ഥനാ ഗീതം ആലപിച്ചു. ഷാനി സക്കീർ അധ്യക്ഷത വഹിച്ചു. ഫാമിലി ട്രീ നിർമ്മാണം, പ്രസംഗം, ഖണ്ഡിക എഴുത്ത് എന്നിവയിൽ നിരവധി കുട്ടികൾ മാറ്റുരച്ചു. ഫാമിലി ട്രീ നിർമ്മാണ മത്സരത്തിൽ കിഡ്സ് വിഭാഗം മെഹസിൻ ഷഫീഖ്, ദുവാ മറിയം എന്നിവർ യഥാക്രമം 1ഉം 2ഉം സ്ഥാനം, ഇമാൻ ജുമൈൽ, ഷെസിൻ മുഹമ്മദ് 3ആം സ്ഥാനവും കരസ്ഥമാക്കി. സബ് ജൂനിയർ വിഭാഗത്തിൽ ലൈഹ സലാഹ്, ഇനായ ഹാരിസ്, മുഹമ്മദ് ഷിയാസ് എന്നിവരും, ജൂനിയർ വിഭാഗത്തിൽ ഇസ്ഹാഖ് സുഹൈൽ, അമ്ര ഫാത്തിമ, ഷിസ ഫാത്തിമ, സഫിയ ഷിയാസ് എന്നിവരും യഥാക്രമം 1ഉം 2ഉം 3ഉം സ്ഥാനങ്ങൾ കരസ്ഥമാക്കി. ഫാത്തിമ സാലിഹ്, സഫിയ സമദ്, സുഹൈൽ റഫീഖ്, സാബിർ
ആബിർ, സക്കീർ ഹുസൈൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഫസലുർ റഹ്മാൻ, മൂസ കെ ഹസൻ, ഷിഫ, ഹെന എന്നിവർ മത്സരങ്ങളുടെ വിധികർത്താക്കളായിരുന്നു. യൂനസ് രാജ് കുട്ടികളുമായി സംവദിച്ചു. പ്രീമിയം ലോഞ്ച് കൗണ്ടർ ഉപയോഗിക്കാൻ നിർബന്ധിക്കുന്ന VFS നടപടിക്കെതിരെ പ്രവാസി ലീഗൽ സെൽ. വിസ പ്രോസസ്സിംഗിനായി VFSനെ സമീപിക്കുന്നവരെ പ്രീമിയം ലോഞ്ച് കൗണ്ടർ ഉപയോഗിക്കാൻ നിർബന്ധിക്കുന്ന VFS നടപടിക്കെതിരെ പ്രവാസി ലീഗൽ സെൽ. എല്ലാ രേഖകളും ഉണ്ട് എങ്കിലും നിസ്സാര കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അപേക്ഷകൾ നിരസിക്കുന്നതായും കൃത്യമായി പ്രോസസ് ചെയ്യണമെങ്കിൽ പ്രീമിയം ലോഞ്ച് കൗണ്ടർ ഉപയോഗിക്കാൻ നിർബന്ധിക്കുന്നതായും പ്രവാസി ലീഗൽ സെൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസ് എബ്രഹാം നൽകിയ നിവേദനത്തിൽ ആരോപിച്ചു. കേരളത്തിലുള്ള വിവിധ കേന്ദ്രങ്ങളിൽ മാത്രമാണ് ഈ ബുദ്ധിമുട്ട് ഉണ്ടാകുന്നത് എന്നും ഉപഭോക്തൃ നിയമമനുസരിച്ചും അൺഫെയർ ട്രേഡ് പ്രാക്ടീസായും ഇത് കണക്കാക്കുന്നതിനാൽ എത്രയും പെട്ടെന്ന് ഈ പ്രശ്നം പരിഹരിക്കണമെന്നുമാണ് നിവേദനത്തിലെ പ്രധാന ആവശ്യം. ആളുകളുടെ ബുദ്ധിമുട്ടുകൾ കണക്കിലെടുത്തും മറ്റും എത്രയും പെട്ടെന്ന് പ്രശ്നപരിഹാരം കാണുവാനായി VFS നേതൃത്വം ശ്രമിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി പ്രവാസി ലീഗൽ സെൽ വക്താവ് സുധീർ തിരുനിലത്ത് വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. ഒരിടവേള കൂടി. Our skin is the mirror of our soul. Our skin is our largest sensory organ. Our skin needs a healthy microbiome balance. This is regulated by its pH value, which protects the skin from pathogens, cold and ultraviolet rays. Sebamed protects your skin. വാർത്തകൾ തുടരുന്നു. കയ്യിൽ വിലങ്ങും കാലിൽ ചങ്ങലയുമായി 40 മണിക്കൂർ വാഷ്റൂമിൽ പോകാനും ഭക്ഷണം കഴിക്കാനും ബുദ്ധിമുട്ടി അമേരിക്ക നാടുകടത്തിയ ഇന്ത്യക്കാർ. അമേരിക്കയിൽ നിന്ന് നാടുകടത്തിയ 104 ഇന്ത്യക്കാരെയും വഹിച്ചുകൊണ്ടുള്ള വിമാനം ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ് അമൃത്സറിൽ എത്തിയത്. ഇതിൽ പഞ്ചാബിൽ നിന്നും ഹരിയാനയിൽ നിന്നുമുള്ളവരെ പോലീസ് വാഹനങ്ങളിൽ അവരവരുടെ നാട്ടിലേക്ക് എത്തിച്ചു കഴിഞ്ഞു. കയ്യിൽ വിലങ്ങും കാലിൽ ചങ്ങലയുമായിട്ടാണ് തങ്ങളെ അമേരിക്ക നാടുകടത്തിയതെന്ന് സ്വന്തം നാട്ടിലേക്ക് തിരിച്ചെത്തിയ പഞ്ചാബിലെ ഗുരുദാസ്പൂരിൽ നിന്നുള്ള 36-കാരനായ ജസ്പാൽ സിംഗ് പറഞ്ഞു. അമൃത്സർ വിമാനത്താവളത്തിൽ എത്തിയ ശേഷമാണ് ഇത് അഴിച്ചതെന്നും അദ്ദേഹം വ്യക്തമാക്കി. വാർത്താ ഏജൻസിയായ PTIയോടാണ് വെളിപ്പെടുത്തൽ. ഇന്ത്യയിലേക്ക് തങ്ങളെ കൊണ്ടുവരുന്നതെന്ന കാര്യം ആദ്യം അറിയില്ലായിരുന്നുവെന്നും അദ്ദേഹം ഓർത്തെടുത്തു. മറ്റൊരു ക്യാമ്പിലേക്ക് മാറ്റുകയായിരിക്കുമെന്നാണ് ചിന്തിച്ചത്. ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് ഇന്ത്യയിലേക്ക് കൊണ്ടുപോകുന്നതെന്ന് പറഞ്ഞത്. ഞങ്ങളുടെ കയ്യിൽ വിലങ്ങുകൾ ഉണ്ടായിരുന്നു, കാലിൽ ചങ്ങലയും. അമൃത്സർ വിമാനത്താവളത്തിൽ എത്തിയപ്പോഴാണ് ഇത് മാറ്റിയത്, ജസ്പാൽ സിംഗ് വ്യക്തമാക്കി. മധ്യപ്രദേശിൽ വ്യോമസേന വിമാനം തകർന്നു വീണു. പൈലറ്റുമാരും സുരക്ഷിതരാണെന്ന് അധികൃതർ അറിയിച്ചു. ഇന്ത്യൻ വ്യോമസേനയുടെ ഇരട്ട സീറ്റുള്ള മിറാഷ് 2000 യുദ്ധവിമാനം മധ്യപ്രദേശിലെ ശിവപുരിക്ക് സമീപം തകർന്നു വീണു. പതിവ് പരിശീലനത്തിനിടെയാണ് സംഭവം. വിമാനത്തിലുണ്ടായിരുന്ന 2 പൈലറ്റുമാരും സുരക്ഷിതരാണെന്ന് അധികൃതർ അറിയിച്ചു. അപകട കാരണം കണ്ടെത്താൻ അന്വേഷണ കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. ഫ്രാൻസിന്റെ ദസാൾട്ട് ഏവിയേഷൻ നിർമ്മിച്ച മൾട്ടി റോൾ ഫൈറ്റർ ജെറ്റ് മിറാഷ് 2000 1978 ആദ്യമായി പറന്നത്. ഫ്രഞ്ച് വ്യോമസേന 1984 ഇത് ഉൾപ്പെടുത്തി. 600 മിറാഷ് 2000 നിർമ്മിച്ചു. ഇതിൽ 50% ഇന്ത്യ ഉൾപ്പെട്ട 8 രാജ്യങ്ങളിലേക്കാണ് കയറ്റുമതി ചെയ്തതെന്ന് ദസോ വെബ്സൈറ്റിൽ പറയുന്നു. മിറാഷ് 2000ന്റെ സിംഗിൾ സീറ്റർ പതിപ്പും ഉണ്ട്. IAFൽ മിറാഷ് 2000 കാർഗിൽ യുദ്ധത്തിൽ ഉപയോഗിച്ചിരുന്നു. ഭീകരരും പാകിസ്ഥാൻ സേനയും കൈവശപ്പെടുത്തിയ കുന്നിൻ മുകളിൽ അത് വളരെ കൃത്യതയോടെ ലേസർ ഗൈഡഡ് ബോംബുകൾ വർഷിക്കുകയുണ്ടായി. 2019 ഫെബ്രുവരിയിൽ പാകിസ്ഥാനിലെ ബലാക്കോട്ടിനുള്ളിലെ ഭീകരാക്രമണത്തിൽ മിറാഷ് 2000 ഉപയോഗിച്ചിരുന്നു. പത്മ പുരസ്കാരം കേരളം നിർദ്ദേശിച്ച ഭൂരിഭാഗം പേരുകളും ഒഴിവാക്കി കേന്ദ്രം.
പത്മ പുരസ്കാരം കേരളം നിർദ്ദേശിച്ച ഭൂരിപക്ഷം പേരുകളും ഒഴിവാക്കി കേന്ദ്രം. കേരളം നിർദ്ദേശിച്ച ഭൂരിപക്ഷം പേരുകളും തള്ളിയാണ് ഇത്തവണയും പത്മ പുരസ്കാരങ്ങൾ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചത്. KS ചിത്രയ്ക്ക് പത്മവിഭൂഷണും മമ്മൂട്ടിക്ക് പത്മഭൂഷണും പ്രൊഫസർ MK സാനുവിന് പത്മശ്രീയും നൽകണമെന്നായിരുന്നു കേരളത്തിന്റെ ശുപാർശ. റിപ്പബ്ലിക് ദിനത്തിൽ പ്രഖ്യാപിച്ച പത്മ പുരസ്കാരത്തിൽ കേരളം നിർദ്ദേശിച്ച പേരുകളിൽ ഭൂരിപക്ഷവും കേന്ദ്ര സർക്കാർ പരിഗണിച്ചില്ലെന്ന് തെളിയിക്കുന്നതാണ് പുറത്തുവരുന്ന രേഖകൾ. സംസ്ഥാന സർക്കാർ ശുപാർശ പ്രകാരം എഴുത്തുകാരൻ MT വാസുദേവൻ നായർക്ക് പത്മവിഭൂഷണും ഒളിമ്പ്യൻ PR ശ്രീജേഷ് പത്മഭൂഷണും മാത്രമാണ് നൽകിയത്. സംസ്ഥാന സർക്കാർ നൽകിയ 20 അംഗ പട്ടികയിൽ ഇടം പിടിക്കാത്ത ഹൃദയ ശസ്ത്രക്രിയാ വിദഗ്ധനായ ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുറത്തിനും സിനിമാ താരവും നർത്തകിയുമായ ശോഭനയ്ക്കും പത്മഭൂഷൺ നൽകി. മലയാളി ഫുട്ബോൾ താരം IM വിജയൻ, കലാകാരി ഓമനക്കുട്ടിയമ്മ എന്നിവർക്കും പത്മശ്രീ നൽകി. പ്രൊഫസർ MK സാനു, സൂര്യ കൃഷ്ണമൂർത്തി, വൈക്കം വിജയലക്ഷ്മി, പുനലൂർ സോമരാജൻ, പത്മിനി തോമസ്, K ജയകുമാർ IAS, വ്യവസായി TS കല്യാണരാമൻ എന്നിവർക്ക് പത്മശ്രീ നൽകണമെന്ന കേരളത്തിന്റെ ശുപാർശയും കേന്ദ്രം പരിഗണിച്ചില്ല. കേരളം നൽകിയ പട്ടികയിൽ ഒരാളെ പോലും പത്മശ്രീക്ക് പരിഗണിച്ചിട്ടില്ല. പാറശാല ഷാരോൺ വധക്കേസ് ഗ്രീഷ്മയുടെ അമ്മാവനായ നിർമ്മലകുമാരൻ നായരുടെ ശിക്ഷാവിധി മരവിപ്പിച്ചു. പാറശാല ഷാരോൺ വധക്കേസിൽ 3-ാം പ്രതി നിർമ്മലകുമാരൻ നായരുടെ ശിക്ഷാവിധി മരവിപ്പിച്ചു. തെളിവ് നശിപ്പിച്ചു എന്ന കുറ്റത്തിന് നൽകിയ 3 വർഷം ശിക്ഷാവിധിയാണ് മരവിപ്പിച്ചത്. നിർമ്മലകുമാരൻ നായർക്ക് ഹൈക്കോടതി ജാമ്യം നൽകി. 1-ാം പ്രതി ഗ്രീഷ്മയും അമ്മാവനായ നിർമ്മലകുമാരൻ നായരും നൽകിയ അപ്പീലിലാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ നടപടി. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഗ്രീഷ്മയുടെ അപ്പീൽ ഹൈക്കോടതി ഫയലിൽ സ്വീകരിച്ചു. ഗ്രീഷ്മയുടെ അപ്പീലിൽ പ്രോസിക്യൂഷന് ഹൈക്കോടതിയുടെ നോട്ടീസ്. തെളിവുകൾ പരിഗണിക്കുന്നതിൽ വിചാരണ കോടതിക്ക് വീഴ്ച പറ്റിയെന്നാണ് ഗ്രീഷ്മയുടെ പ്രധാന വാദം. നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതിക്ക് വിചാരണ നടത്താനുള്ള അധികാരമില്ല. വിഷം നൽകിയെന്ന് പറയപ്പെടുന്നത് തമിഴ്നാട്ടിൽ വെച്ചാണ്. ജ്യൂസിൽ പാരസെറ്റമോൾ മിക്സ് ചെയ്തു എന്ന് ശാസ്ത്രീയമായി കണ്ടെത്തിയിട്ടില്ല. മതിയായ തെളിവുകളില്ലാതെയാണ് വിചാരണ കോടതിയുടെ ശിക്ഷാവിധി. പ്രോസിക്യൂഷൻ കേസിന് വിരുദ്ധമാണ്. കേസിലെ വസ്തുതകൾ ദുരാരോപണ പ്രചരണമാണ് ഗ്രീഷ്മയ്ക്കെതിരെ ഉയർത്തിയത്. ഷാരോണിന്റെ രക്തസാമ്പിളിൽ നിന്ന് വിഷാംശം ശാസ്ത്രീയമായി കണ്ടെത്തിയിട്ടില്ല. വിഷം ഉള്ളിൽ ചെന്നത് മൂലമുള്ള മരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുമില്ല. ഷാരോണിനെ കൊല്ലണമെന്ന ഉദ്ദേശം ഗ്രീഷ്മയ്ക്ക് ഉണ്ടായിരുന്നില്ലെന്നുമാണ് അപ്പീലിലെ വാദം. ഗ്രീഷ്മയുടെ വിവാഹത്തിന് ഷാരോൺ തടസ്സമായിരുന്നു എന്ന അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ തെറ്റാണ്. ഗ്രീഷ്മയും അമ്മാവനുമായി ക്രിമിനൽ ഗൂഢാലോചന നടത്തി എന്ന വാദം പ്രോസിക്യൂഷനില്ല. കേസിന്റെ കണ്ണികൾ കൂട്ടിച്ചേർത്ത് തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടില്ല. ഷാരോണിന് കഷായം നൽകി എന്നതിന് സാഹചര്യ തെളിവുകളില്ല. വധശിക്ഷ നൽകിയ നടപടി തെറ്റാണെന്നും ഗ്രീഷ്മയുടെ വാദം. ഈ വാർത്തയോടുകൂടി BMC ന്യൂസ് ലൈവിൽ മലയാളം വാർത്തകൾ പൂർണ്ണമാകുന്നു. ശുഭരാത്രി.